ഒരു പുള്ളിപ്പുലി ഒരു ചക്കമരത്തിൻ്റെ മേലിരുന്ന് മഴ കൊള്ളുന്നതിൻ്റെ ദൃശ്യം നെല്ലിയമ്പതിൽ നിന്ന് എടുക്കാൻ സാധിച്ചു. ആ ദൃശ്യങ്ങൾ കാണുന്നതിന് മുമ്പ് അതിലേക്കുള്ള സാഹചര്യത്തെക്കുറിച്ച് പറയാം. ഞാൻ എൻ്റെ വാഹനത്തിൽ എപ്പോഴത്തെയും പോലെ നെല്ലിയമ്പതിൽ കൂടെ പോവുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു സിംഹവാലൻ കുരങ്ങൻ്റെ അലാം കോൾ കേട്ടത്. വാഹനം സൈഡിൽ ഒതുക്കിയിട്ട് ഞാൻ അതിനെ ഒബ്സർവ് ചെയ്തു. ശരിക്കും അവിടെ ഒരു എരപിടിയൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. കടുവയാവാം, വൈൽഡ് ഡോഗ് ആവാം, അല്ലെങ്കിൽ ഇതേപോലെ പുള്ളിപ്പുലി ആവാം. പക്ഷേ ഞാൻ കൂടുതൽ നോക്കിയതും താഴ്ഭാഗത്തായ പാറകളിലും ചെടികളിലുമാണ്. ഒന്നും കാണാത്തതുകൊണ്ട് വീണ്ടും ഞാൻ വണ്ടിയിലേക്ക് തിരിച്ചു കയറാൻ നിന്നു. അപ്പോഴാണ് ഒരു മരത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു തല പുറത്തേക്ക് വന്നത്. ശേഷം നിങ്ങൾ കണ്ടു നോക്കൂ. ശേഷം ഈ ഒരു ദൃശ്യമാണ് കേട്ടോ എനിക്ക് ലഭിച്ചത്. കേരളത്തിൽ നിന്നും ഒരു പുലിയെ എടുക്കുക എന്ന് മുമ്പ് മുതലേ ഒരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് നടന്നിട്ടുണ്ട് കേട്ടോ. സ്വന്തം നാട്ടിൽ നിന്നും ഇങ്ങനൊരു ദൃശ്യം എടുത്തതിന് ഒരുപാട് സന്തോഷമുണ്ട്. ലെപ്പേർഡിന് മുമ്പും ബന്ദിപ്പൂരും കബനിയിലെല്ലാം സഫാരിക്ക് പോകുമ്പോൾ എടുത്തിട്ടുണ്ട്. അവിടെ ഡ്രൈവറും ഗൈഡും വണ്ടിയും എല്ലാം ഉണ്ടാവും. ആ ഗൈഡ് ചൂണ്ടിക്കാണിക്കുന്ന ലെപ്പേർഡിനെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. പക്ഷെ സ്വയം തേടിയെടുത്ത ഈ ചിത്രത്തിന് ഒരുപാട് മൂല്യമുണ്ട് കേട്ടോ എനിക്ക്. ചക്കമരത്തിൽ നിന്നും മഴ കൊള്ളുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്ത പുള്ളിപ്പുലി. ടൈഗർ പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലത്ത് ലെപ്പേർഡ് മരത്തിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ആ സിംഹവാലിനെ പിടിക്കാൻ വേണ്ടി കയറിയതാവുമെന്ന് വിചാരിക്കുന്നു. ഈ കാടും വന്യജീവികളും നമ്മൾ അതിശയിപ്പിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും സർപ്രൈസ് തന്നിട്ടേയിരിക്കും. അങ്ങനെ ഒന്നിൽ നിന്നും മറ്റൊരു സർപ്രൈസിലേക്കുള്ള യാത്രയാണ് ഓരോ വന്യജീവി ഫോട്ടോഗ്രാഫറിൻ്റേത്.